എനിക്ക് എവിടെ തുടങ്ങണോ എങ്ങനെ പറയണോന്ന് ഇപ്പൊ എനിക്ക് അറിയത്തില്ല. അതുപോലെ പറയാൻ ഉള്ള എക്സ്പീരിയൻസുകളുണ്ട്. പക്ഷെ ഞാൻ കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞു നിർത്താം. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ റിസൾട്ടിലേക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കാരണമായത് എനിക്ക് വളരെ നാളുകളായിട്ട് മുടിയെല്ലാം കൊഴിഞ്ഞ് തൈറോയിഡ് വന്നിങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെട്ടപ്പോൾ അവരോട് ആദ്യമേ ചോദിച്ചത് എനിക്ക് തൈറോയിഡ് അല്ല പ്രശ്നമായിട്ടിരുന്നത്. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ മുടി പൊഴിഞ്ഞതാണ് ഏറ്റവും പ്രശ്നമായിട്ടിരുന്നത്. മുടി പൊഴിഞ്ഞ് മുടിയെല്ലാം പോയി കഷണ്ടി ആയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് എനിക്ക് മുടി ഉണ്ടാകാനുള്ള ഹെയർ ഓയിൽ ഉണ്ടോ എന്നാ ചോദിച്ചത്. അങ്ങനെ അവരോട് പറഞ്ഞു മുടി ഉണ്ടാകാനുള്ള ഹെയർ ഓയിൽ ഉണ്ട്, വീട്ടിലോട്ടൊന്ന് വാ, വീട്ടിൽ വന്ന കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം. അത് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തന്ന സുനിൽ സാറൊന്നുമല്ല, എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് എനിക്ക് ൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ എനിക്ക് ഈ പ്രോഡക്റ്റ് എന്താണോ ആയുഷ് എന്താണോ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്നും യാതൊരു വിവരവും ഇല്ല, ഒന്നും അറിയത്തില്ല. എന്നാലും ചേച്ചി എന്നോട് പറഞ്ഞു നല്ല മുടിയൊക്കെ ഉണ്ടാകുന്ന നല്ല ഹെയർ ഓയിലാന്ന് പറഞ്ഞത് കൊണ്ട് അതിൽ വിശ്വസിച്ച് ഞാൻ പോയി. ചേച്ചി പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് 14,000 രൂപയുടെ പ്രോഡക്റ്റുകൾ വാങ്ങി. അങ്ങനെ കൊച്ചിന് അലർജി രോഗമായിരുന്നു. അപ്പൊ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞു അലർജിക്കുള്ള പ്രോഡക്റ്റ് ഉണ്ട്, ഇതെല്ലാം കൊണ്ട് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ കൊണ്ടുവന്ന് പ്രോഡക്റ്റ് ഉപയോഗിച്ചു. പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. ഹെയർ ഓയിൽ ബൃങ്കരാജ് ഹെയർ ഓയിലാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ഉണങ്ങി കഴിയുമ്പോൾ ഒരു 3-4 ഡ്രോപ്പ് എടുത്തിട്ട് ഇങ്ങനെ തൊട്ടിങ്ങനെ മസാജ് ചെയ്യും. മുടിയുടെ ഇടയിൽ കൂടെ എല്ലാം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് മുടി ഇങ്ങനെ പൊഴിച്ചിലെന്ന് പറഞ്ഞാൽ ഒരു കെട്ട് മുടിയായിരുന്നു ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഒരു മാസമായപ്പോഴത്തേനും മുടി പൊഴിച്ചിലൊക്കെ അങ്ങ് നിന്നു. മുടി പൊഴിച്ചിൽ നിന്ന് കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേനും ഈ ഇങ്ങനെ ഹെയർ ഓയിൽ പരട്ടിയ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ കുറേശ്ശെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ കിളുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ മുടി ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കൊള്ളാലോ നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു, എന്താ മുടി വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എന്റെ ഹസ്ബൻഡിന് പല്ലേലൊക്കെ ഇങ്ങനെ മഞ്ഞ കളറ്, അതുപോലെ തന്നെ പല്ലുവേദന എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇരുന്ന സാഹചര്യത്തിൽ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് റെഡ് പേസ്റ്റ് കൈ കിട്ടുന്നത്. അപ്പൊ റെഡ് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുമായിരുന്നു. അങ്ങനെ പല്ല് തേച്ചപ്പോൾ എന്നോട് പറഞ്ഞു പല്ലിന്റെ കറ പോയി, പല്ല് വേദനയ്ക്ക് നല്ല കുറവുണ്ട്, നല്ല നല്ല പ്രോഡക്റ്റ് എന്നോട് പറഞ്ഞു. എനിക്ക് ആ പല്ലിന്റെ വേദന നല്ല വ്യത്യാസം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൊച്ചിന് ഈ അലർജിക്ക് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിയായിരുന്നു. അപ്പൊ കൊച്ചിനാണെങ്കിൽ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പനയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. അവന് ഇങ്ങനെ ശ്വാസം മുട്ടല്, അലർജി, തുമ്മല്, ഇങ്ങനെ ഏത് സമയം തുമ്മല്. തണുപ്പ് കാലമായാൽ പിന്നെ തുമ്മല് തന്നെ, പൊടി അടിച്ചാൽ തുമ്മല്. നമ്മളിങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന മണം കേട്ടാൽ തുമ്മല്. അത് തുമ്മൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സൈസ് തുമ്മല, ഒരു വല്ലാത്ത ഒരു സൗണ്ടില്ല ഈ തുമ്മൽ ഇങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ തുമ്മലായിട്ട് ഡോക്ടർ ആണെങ്കിൽ മൂക്കിൽ സ്പ്രേ അടിക്കാൻ വരെ തന്നായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഈ കവചപ്രാശവും കഫ്നിലും ഇത് മാത്രമേ ചേച്ചി എനിക്ക് തന്നുള്ളൂ. ഇത് രണ്ടും കൊച്ചിന് ഞാൻ കൊടുത്തു. അങ്ങനെ ഒരു മാസമായപ്പോഴത്തേനും തുമ്മല് നല്ലപോലെ അങ്ങ് കുറയാൻ തുടങ്ങി. അവന്റെ വരവിന്റെ ഒരു ടവൽ അങ്ങ് തുമ്മിയാൽ ഒരു ടവൽ അങ്ങ് നനയും, അടുത്ത ടവൽ പെട്ടെന്ന് അങ്ങ് എടുക്കണം, അതുപോലെ തുമ്മുന്നു നിൽക്കത്തില്ലായിരുന്നു. ആ തുമ്മലിന്റെ അളവ് അങ്ങ് കുറയാൻ തുടങ്ങി. അങ്ങനെ തുമ്മല് നല്ലപോലെ വ്യത്യാസം വന്നു. പിന്നെ ബ്ലഡ് പ്യൂരിഫയർ, ആന്റി അലർജി, ഇങ്ങനെ ഇതെല്ലാം കൊടുത്തു. അവനിപ്പോ ആ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കൊച്ചിന്. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ഹസ്ബൻഡിന് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാല് ഞാന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ തൊട്ട് കാണുന്നതാ മൈഗ്രെയിൻ. തലവേദന ഇങ്ങനെ വന്നാൽ അന്നേരം തല ഇങ്ങനെ കണ്ണ് കറങ്ങുവാന്നൊക്കെ, തല കറങ്ങുക, കണ്ണ് കറങ്ങുക, ശ്രദ്ധിക്കാൻ വരവ്, ഭയങ്കര ബുദ്ധിമുട്ടാ. പാരസെറ്റമോൾ പോയി കഴിക്കും. അങ്ങനെ പാരസെറ്റമോൾ കഴിച്ച് പിന്നെ പച്ചമരുന്ന് തലയിൽ പിഴിഞ്ഞു. അങ്ങനെ എല്ലാം ആയിട്ട് ഇത് മാറുന്നില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തില് സുനിൽ സാറ് പറഞ്ഞു പിന്നെ ചാമ്പിത്തേലും വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചാമ്പിത്തേലും വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അതുകൊണ്ട് വല്ല വ്യത്യാസം വരുമോ, ഇത്രയും നാളും മരുന്നുകൾ വാങ്ങിയിട്ട് മാറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നും കിടക്കുന്നതിന് മുമ്പ് ശാലം ചാമ്പിത്തേലും എടുത്ത് ഇങ്ങനെ നെറുകയിൽ വെക്കും. നെറുകയിൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ നെറ്റിയുടെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കും. തന്നെ ചെയ്യുന്ന ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല, എനിക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്ത് കുറച്ചായപ്പോഴത്തേന് ഈ മൈഗ്രെയിന്റെ അളവ് അങ്ങ് കുറയാൻ തുടങ്ങി. വരവ് പെട്ടെന്നുള്ള കൂടെ വരുന്നതിന്റെ അളവ് അങ്ങ് കുറഞ്ഞു. അങ്ങനെ ആയി. ഇപ്പൊ ഒരു 2-3 വർഷമായി. ഇപ്പൊ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ റിസൾട്ട് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോ ആദ്യം ഒരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നവർ കുറെ ചേർത്ത് പറയുന്ന അങ്ങനെയൊന്നും ഇല്ലെന്ന് ആദ്യം പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് എന്നോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ, എന്റെ എക്സ്പീരിയൻസ് അല്ലേ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിന് റിസൾട്ട് ഒക്കെ കിട്ടി. എന്റെ റിസൾട്ട്, കൊച്ചിന്റെ റിസൾട്ട്, ഇതൊക്കെ ആയപ്പോഴത്തേനും നല്ല വിശ്വാസമായി. അതുപോലെ തന്നെ ഈ വാക്പുണ്യം, ഈ എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ഫ്രിഡ്ജിന്റെ മേളിൽ ഇങ്ങനെ ഫോൺ ഓൺ ആക്കി ഇങ്ങനെ വെച്ചേക്കും. അത് അവിടെ വന്ന് കേൾക്കും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് കേൾക്കും. കേട്ടിട്ട് അങ്ങനെ കേട്ട് നല്ല വിശ്വാസമായി. പിന്നെ ആൾക്കാരോടൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരോടൊക്കെ പറയാൻ തുടങ്ങി.
അങ്ങനെ എനിക്ക് നല്ല സപ്പോർട്ടായി, എന്റെ കൂടെ വർക്കിന് ഇറങ്ങി വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഹസ്ബൻഡ് എന്റെ കൂടെ നടന്ന് എന്നെ പൂർണ്ണമായിട്ട് വർക്കിലേക്ക് എന്നെ വിട്ടു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഹസ്ബൻഡാണ് എന്നെ ഈ വർക്കിലേക്ക് വിടാനായിട്ട് കാരണം. പിന്നെ അങ്ങനെ യാദൃശ്ചികമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചാണ് സുനിൽ സാറിനെയും സന്തോഷ് സാറിനെയൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നത്. അപ്പൊ അവരെ കണ്ടുമുട്ടി. അതുപോലെ ഇബ്രാഹിം കുര്യൻ സാറ് എന്റെ ഹസ്ബൻഡിന്റെ ക്ലാസ്മേറ്റ് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു യാദൃശ്ചികമായിട്ട് ഒരു വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത്. അപ്പൊ എന്നോട് സുനിൽ സാർക്ക് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ചേച്ചി എന്താ പരിപാടി, എന്താ ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലിയൊന്നുമില്ല, ഞങ്ങള് വേറൊരിടത്ത് വീട് പണിയുന്നില്ല, അങ്ങോട്ട് ഇച്ചിരി ഭക്ഷണം കൊണ്ടുപോവുക, ചോറ് കൊണ്ടുപോവുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടുന്ന വന്നതെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കോട്ടയത്ത് നിന്ന് വന്നതാ, എന്നാ ജോലി എന്ന് ചോദിച്ചപ്പോ എന്നോട് ഇങ്ങനെ ഈ കമ്പനിയല്ല ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു എലമെന്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോന്ന്. എലമെന്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പെട്ടെന്ന് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇതുകൊണ്ടോ എനിക്ക് എലമെന്റ്സിന്റെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് മുടിയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുടിയൊക്കെ കാണിക്കും. അപ്പൊ സാറ് പറഞ്ഞു ചേച്ചി ഒരു മിനിറ്റ് ഇന്ന് കയറി വന്നേ, ഒരു സെക്കൻഡ് ചേച്ചി ഒന്ന് സംസാരിക്കാൻ, എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഇരുന്നു. പെട്ടെന്ന് സാർ എന്നോട് എന്റെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഇങ്ങോട്ട് സംസാരിക്കുക. ചേച്ചിക്ക് തൈറോയിഡ് ഉണ്ടോ, ബ്ലഡ് കുറവുണ്ടോ എന്നൊക്കെ എന്റെ കണ്ണി നോക്കി എന്റെ കാര്യങ്ങളെല്ലാം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോഴത്തേന് എനിക്ക് അങ്ങ് വിശ്വാസമായി. ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞ ചേച്ചി എന്നോട് എപ്പോഴും പറയുമായിരുന്നു നിന്റെ തൈരിയിട്ട് വർക്ക് ചെയ്യാം, എന്റെ കൂട്ടത്തിൽ കൂടണം, ഞങ്ങളുടെ ഒപ്പം കൊണ്ടാകാൻ വെച്ചിരിക്കുന്ന ആളാ, ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ഇട്ടെന്നൊക്കെ ചേച്ചിയോട് പറയും. പക്ഷെ എനിക്കിത് വർക്ക് ചെയ്യാനോ ഒന്നും യാതൊരു താല്പര്യമില്ല. എന്നിട്ട് ആ ചേച്ചി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഫോൺ എടുക്കത്തില്ല, ഓടി വിളിക്കുമായിരുന്നു. എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഫോൺ എടുപ്പിക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലായിരുന്ന സാഹചര്യത്തിൽ പക്ഷെ സുനിൽ സാർക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആയുഷ് എന്താന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു തരുമോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ, ഇവർക്ക് എന്തൊക്കെയോ അറിയാമല്ലോ. അപ്പൊ പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിനോട് പോലും ചോദിക്കാൻ ഞാൻ പേഴ്സ് എടുത്ത് പെട്ടെന്ന് ഐഡി ഇടാൻ കൊടുത്തു. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ജിസ്സൊക്കെ ഉണ്ടോ, ഇബ്രാഹിം സാറൊക്കെ ഉണ്ടോ, എന്നാൽ കുഴപ്പമില്ല എങ്ങനെ എന്നോട് പറഞ്ഞത്. അങ്ങനെ പിന്നെ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. എന്നാൽ എനിക്ക് വർക്ക് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. കാരണം എനിക്ക് എന്തോ ഒരു കുറച്ചിലൊരു നാണക്കേട് പോലെയായിരുന്നു. എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനിത് ആരോടും പറയത്തില്ല, ഞാനിത് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴെല്ലാം ഇവര് മീറ്റിംഗ് വെക്കും, എന്നെ വിളിക്കും. അപ്പൊ മീറ്റിങ്ങിലൊക്കെ കയറാൻ എനിക്ക് താല്പര്യം, ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് 2 ഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞ അങ്കമാലിയിൽ ഒരു പ്രോഗ്രാം വന്നത്. ആ പ്രോഗ്രാമിലേക്ക് അവരെന്നെ ക്ഷണിച്ചു. അപ്പം അവര് പറഞ്ഞു നല്ല ചേച്ചി വന്ന് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി ആ പ്രോഗ്രാം കൂടിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ വേറൊരാളായിട്ടാണ് തിരിച്ചു വന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ആരോടും പറയാൻ താല്പര്യമില്ലാതെ ഞാൻ ഓടി വിളിച്ചിരുന്നു. എനിക്ക് ഇഷ്ടമില്ല, എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ മട്ടിൽ നടന്ന എനിക്കിതിപ്പോ ആരോടും പറയാതിരിക്കത്തില്ലെന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. കാരണം എനിക്ക് ആരെ കണ്ടാലും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയണം, അവരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നാണ് ആ 2 ഡേ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ആ ക്ലാസ് കേട്ടപ്പോൾ എനിക്കുള്ള താല്പര്യം. അങ്ങനെ ഞാൻ വന്നത് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോൾ, അവൾ എന്നോട് പറഞ്ഞു സെന്റ് ജോൺസിൽ പോയി മരുന്ന് മേടിച്ചിട്ടിരിക്കുക, ഗ്യാസിന്റെ പ്രശ്നമായിരുന്നു, ഡോക്ടർ പറഞ്ഞു മാറിയില്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, എന്റെ നല്ല സപ്ലിമെന്റ് ഉണ്ട്, അതൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ കൊണ്ടുതരാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. ഇമ്മ്യൂണോ3+ മാത്രമേ കൊടുത്തുള്ളൂ. കഴിച്ചു ഒരാഴ്ച ആയപ്പോഴത്തേനും തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആ വയറ്റിലെ പ്രശ്നത്തിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോഡക്റ്റ് കഴിച്ചു. അതിൽ പിന്നെ അവർക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നമായി. എപ്പോ ചെന്ന് ECG എടുത്താലും ബ്ലോക്ക് ഉണ്ടോന്നാ ഡോക്ടർ ചോദിക്കുന്നത്, എത്ര ബ്ലോക്ക് ഉണ്ടായെന്നാ ഡോക്ടർ ചോദിക്കുന്നത്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ അമ്മച്ചിക്ക് ഇങ്ങനെ നാക്കിന്റെ അടിയിലിടാൻ ഒരു സോർബിട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗുളിക കൊടുത്തു ഡോക്ടർ. അത് കഴിച്ചാൽ അത് എപ്പോഴും നെഞ്ചിന് വേദന വരുമ്പോൾ നാക്കിന്റെ അടിയിൽ ഇട്ടോണമെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ അമ്മ അത് അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്കോ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ തൊടുപുഴ സെന്റ് മേരീസിൽ പോയി എക്കോ എടുത്തു. അപ്പൊ അതിന് മുമ്പ് ഞാൻ സുനിൽ സാറിനെ വിളിച്ച് പറഞ്ഞപ്പോ സുനിൽ സാറിനോട് പറഞ്ഞു ചേച്ചി നമുക്കൊരു വെൽഹാർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് കൊടുക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാ പോയത്. എന്നാലും നമുക്ക് അത്ര ഒരു വിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ മാറുമെന്ന്. പക്ഷെ എന്നിട്ട് സെന്റ് മേരീസ് ചെന്ന് എക്കോ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല, ഹാർട്ടിന് ഒരു കംപ്ലൈന്റും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഇനി ആ നാക്കിന്റെ അടിയിലിടുന്ന ഗുളിക കഴിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഞാൻ ഈ പലരിലേക്കും കൊടുക്കാൻ തുടങ്ങി. കൊടുക്കുന്നവർക്കെല്ലാം നല്ല റിസൾട്ട്. അപ്പൊ എനിക്ക് ഒന്നുകൂടെ എന്റെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് വർദ്ധിച്ചു. അങ്ങനെ മറ്റുള്ളവരിലേക്കെല്ലാം പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി. അതിലുപരി എനിക്ക് എന്റെ പേഴ്സിൽ പൈസ വരാൻ തുടങ്ങി, അക്കൗണ്ടിൽ പൈസ തരാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ, നല്ലൊരു വർക്ക് ബിസിനസ് ആണല്ലോ എന്ന് വിചാരിച്ചു. അതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ പ്രോഡക്റ്റ് കൊടുക്കുന്നവരെല്ലാം എന്നെ വിളിച്ചിട്ട് പറയുക നല്ല പ്രോഡക്റ്റ് ആവട്ടോ, എനിക്ക് അത് ഇനിയും വേണം. ആ ഫേസ് ക്രീം, ഫേസ് വാഷ് അങ്ങനെയുള്ളതെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ മറ്റുള്ളവരിലേക്കെല്ലാം എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സുനിൽ സാറിനോട് പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ സാറിനോട് പറഞ്ഞു ചേച്ചി അതിൽ നിന്ന് ഇറങ്ങി ഫുൾ ടൈം ആയിട്ട് ഈ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം ഒരു താല്പര്യം തോന്നിയില്ല. പിന്നെ സാറ് പറഞ്ഞതല്ല ഇനി ഇറങ്ങിയേക്ക്, അത് ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ സമയമായെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സാറ് പറഞ്ഞു എന്നോട് പറഞ്ഞു ചേച്ചി ഇത്
ഇതൊരു ജോലിയായിട്ട് ഏറ്റെടുക്കാൻ പറഞ്ഞു. ചേച്ചി ഒരു ജോലിക്ക് എങ്ങനെ പോകുന്നോ അതേ രീതിയിൽ ഈ വർക്കിനെ കണ്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു വാക്കിനെ ഞാൻ വിശ്വസിച്ച് ഞാൻ ആ വർക്കിലേക്ക് പൂർണ്ണമായിട്ട് ഫുൾ ടൈം ഇന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആളുകളിലേക്ക് നമ്മുടെ സപ്ലിമെന്റ് എത്തിക്കുന്നു. അതുപോലെ തന്നെ എന്റെ കൊച്ചിന് ഫാറ്റി ലിവർ വന്നു. അവന് +1 പഠിച്ചോണ്ടിരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് അവൻ നെഞ്ചിന് വേദനയാന്ന് പറഞ്ഞപ്പോ ടീച്ചർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കൊച്ചിന് ഇങ്ങനെ നെഞ്ചിന് വേദനയായിട്ട് കൊച്ചിനെ ഇവിടെ ഇരുത്തിക്കുക, വേഗം ഒന്ന് സ്കൂളിലോട്ട് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ സ്കൂളിൽ ചെന്ന് ഞാൻ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവനിങ്ങനെ ശ്വാസം എടുത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ECG എടുത്തു. ECGയിൽ ഒരു കംപ്ലൈന്റ് ഇല്ല. പെട്ടെന്ന് എക്സ്റേ എടുത്തു. എക്സ്റേയിൽ ഒരു കംപ്ലൈന്റ് ഇല്ല. പിന്നെ ഡോക്ടർ അവൻ പറഞ്ഞു അവന് ശ്വാസം എടുത്തില്ലെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ENT കാണാനെന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ ഈ കൊച്ചു പറയും അമ്മ എനിക്ക് നടക്കത്തില്ല, നെഞ്ചിന് വേദനയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് സുനിൽ സാറിനെ വിളിച്ചു. സാറിനോട് പറഞ്ഞു ചേച്ചി കൊച്ചിന് പെട്ടെന്ന് LFT നോക്കാന്ന് പറഞ്ഞു. LFT നോക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിക്കല്ല, സാറേ അവൻ കൊച്ചല്ലേ, അവന്റെ എന്തിനാ നോക്കുന്നത് എന്നാ ഞാൻ ചോദിച്ചു. കാരണം ഞാൻ വിശ്വസിച്ചത് പിള്ളേരെല്ലാവർക്കും ഇങ്ങനെ ഫാറ്റി ലിവർ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ സാറിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിന്റെ റിസൾട്ട് ഇട്ട് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കൊച്ചിനെയും കൂട്ടി പോയി. ഉച്ച കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോയി നോക്കിയപ്പോൾ SGPT ഒക്കെ 66 അവർ മഞ്ഞ കളറിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വിട്ടേക്കോ SGPT SGOT ഒക്കെ. അപ്പം 43 മതി, അതിൽ താഴോട്ട് വന്നാൽ അത്ര മതി, കൂടിയാൽ കൂടുതലാണ്. അപ്പം നല്ല ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് അവർ വിട്ടു. അങ്ങനെ പെട്ടെന്ന് ഞാൻ സുനിൽ സാറിന് റിസൾട്ട് ഇട്ട് കൊടുത്തു. സാറിന് പറഞ്ഞു ചേച്ചി ഒന്നും വിഷമിക്കേണ്ട, നമ്മുടെ സപ്ലിമെന്റ് അല്ലേ ഉള്ളൂ, ചേച്ചി ഇപ്പൊ തന്നെ പൊട്ടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതൊന്നും കൊടുക്കണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കൊച്ചിനെ ഇതൊക്കെയാണോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞു. എന്തായാലും സുനിൽ സാർ പറഞ്ഞ വാക്ക് കേട്ട് ഞാനത് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു കൊടുത്തു. 95 ലിവാഗൈൻ ലിക്വിഡ്, ലിവാഗൈൻ ക്യാപ്സൂള്, സ്പെർനാഗോൾഡ്, ഇങ്ങനെ ഇത്രയും പ്രോഡക്റ്റുകൾ പെട്ടെന്ന് കൊടുത്തു. എന്നിട്ട് ഇവർ ENT കൊണ്ടുപോയി കാണിക്കാനൊക്കെ പോയി. എന്നിട്ട് വന്നു ഒരു 10 ദിവസം ആയപ്പോഴത്തേനും സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി കൊച്ചിന്റെ റിസൾട്ട് നമുക്കൊന്ന് അറിയണം, എന്തായാലും കൊച്ചല്ലേ നമുക്ക് ഒന്ന് അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അവനെ തന്നെ വിട്ട് ഞാൻ ഇവിടെ ആൽബിൻ ലാബിൽ പോയി ടെസ്റ്റ് LFT നോക്കിയപ്പോഴത്തേനും കിട്ടിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ SGPT SGOT ഒക്കെ 20 താഴെയായി. അത്രയും നല്ല റിസൾട്ടാണ് സപ്ലിമെന്റിൽ കൂടെ കിട്ടിയത്. അപ്പൊ ഞാൻ എന്റെ ലൈഫ് ലൈനായി വന്ന ലിസ് ടീച്ചറിന്റെ മോനും എന്റെ മോനും ഭയങ്കര ഫ്രണ്ടാ. അപ്പൊ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ അവനും കൂടെ ഈ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ അത്ര അത് മൈൻഡ് ചെയ്തില്ല. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചറിന്റെ കൊച്ചിന്റെയും ഫാറ്റി ലിവർ. ഇപ്പൊ ഇവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ഈ പുറത്തോട്ട് നടന്ന ബജ്ജി, ബർഗർ, ആപ്പി പിസ്സ, കൊക്കക്കോള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഈ ബജ്ജിയൊക്കെ കൊണ്ടുവന്ന് ഇവന്മാരെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ഇഷ്ടം പോലെ കഴിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിള്ളേർ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ വന്നാൽ അവർക്ക് വിശപ്പില്ല, ഭക്ഷണം കഴിക്കത്തില്ല. അങ്ങനെയാണ് കൊച്ചിന് ഫാറ്റി ലിവർ പിടിച്ചതിന് കാരണം. അങ്ങനെ ടീച്ചറിന്റെ കൊച്ചിന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഛർദിയും പനിയൊക്കെ ആയി ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. അപ്പൊ ടീച്ചർ പറഞ്ഞു ലൈസാമ്മയുടെ കൊച്ചിന് സപ്ലിമെന്റ് കൊടുത്താൽ മാറിയെങ്കിൽ എന്റെ കൊച്ചിനും അതേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് എബ്രാഹിം കുര്യൻ സാറിനെ വിളിച്ച് ടീച്ചർ അവനും ഇതുപോലെ തന്നെ സപ്ലിമെന്റ് കൊടുത്തു. അവന് SGPT SGOT ഒക്കെ അവന് 88 ആയിരുന്നു. അവന് അതുപോലെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് നോക്കിയപ്പോഴത്തേനും അത് 20-ൽ താഴെയായി. അങ്ങനെയാണ് ടീച്ചറിനും ഇതുപോലെ ഈ വർക്കിലേക്ക് കടന്നു വരാൻ കാരണം. അതുപോലെ ആ ടീച്ചറിന്റെ കൊച്ചിന് ശ്വാസമുട്ടല് ഉണ്ടായി. 7-ാം മാസം മുതലുള്ള ശ്വാസമുട്ടല്, അവന് +2 പഠിക്കുന്നോളം വരെ ശ്വാസമുട്ടലായിരുന്നു. അത് നമ്മുടെ സപ്ലിമെന്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. അങ്ങനെ ടീച്ചറും എന്റെ കൂടെ വന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഞാനിത് ചാരിറ്റി ആയിട്ട് ചെയ്യുക. അങ്ങനെയാണ് ടീച്ചർ എന്റെ കൂടെ വന്ന് ചാരിറ്റി ആയിട്ട്. ഇന്ന് ടീച്ചർ ഇവിടം വിട്ട് ന്യൂസിലൻഡ് എന്ന രാജ്യത്തെ എല്ലാം പോയി, അവിടെ എല്ലാം നമ്മുടെ സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചർ എന്റെ കൂടെ വന്നു. അങ്ങനെ എനിക്ക് നല്ലൊരു ടീമായി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ അടുത്തിടെ കിട്ടിയ റിസൾട്ട് ഞാൻ പറയാം. എന്റെ അമ്മയ്ക്ക് ചൊറിച്ചിൽ, അലർജി, ഈ സ്കിൻ ഇങ്ങനെ അലർജി, എപ്പോഴും ചൊറിഞ്ഞ് അമ്മ പറയുന്നത് സഹിക്കത്തില്ല, അത്ര ചൊറിച്ചില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ എന്റെ സപ്ലിമെന്റ് അന്നേരം പറഞ്ഞു അതുകൊണ്ടൊന്നും മാറത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സ്കിന്നിന്റെ ഡോക്ടറെ തന്നെ ഇവിടെ കട്ടപ്പനെ ഇവിടെ ഒരു സ്കിന്നിന്റെ ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ പോയി കണ്ടു. മരുന്ന് വാങ്ങി ആദ്യത്തെ 1 മാസം കഴിച്ചപ്പോഴത്തേനും അമ്മയ്ക്ക് നല്ല വ്യത്യാസം, നല്ലപോലെ കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പ്രാവശ്യം കൂടെ മരുന്ന് വാങ്ങിയിട്ടൊന്നും പിന്നെ കുറയുന്നില്ല, ഇത് കൂടുന്നല്ലാതെ കുറയുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റ് കഴിക്കുക. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ബ്ലഡ് പ്യൂരിഫയറും ആന്റി അലർജി ഇതൊന്ന് കഴിച്ചു നോക്കി, നല്ല വ്യത്യാസം വരും, നീം സോപ്പ് ഉപയോഗിക്കാനും പറഞ്ഞു. അങ്ങനെ കൊടുത്തു, അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ അമ്മച്ചി പറയുന്നത് നിന്റെ ആ സിറപ്പില്ലേ, ആ മരുന്നെന്നാ പറയുന്നത്, നിന്റെ ആ മരുന്ന് ഉപയോഗിച്ച പിന്നെ എനിക്ക് ആ ചൊറിച്ചിൽ നല്ലപോലെ കുറഞ്ഞു. അയ്യോ ഡോക്ടർ തന്നിട്ട് പോലും കുറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങനെ എപ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ഗ്യാസിന്റെ പ്രശ്നത്തിൽ എന്റെ ഇപ്പൊ ലിവാഗൈൻ സിറപ്പ് സ്ഥിരമായിട്ട് വാങ്ങി ഉപയോഗിക്കും. ലിവാഗൈൻ. അപ്പൊ അമ്മയുടെ ഫ്രണ്ട്
പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവരെല്ലാം വന്ന് അമ്മച്ചിയോട് പറയും എനിക്ക് ഒരു ബോട്ടിൽ തരണമെന്ന് പറഞ്ഞ് അമ്മച്ചിയോട് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കൊടുക്കും, അവരെല്ലാം വാങ്ങും. അതുപോലെ തന്നെ അമ്മയ്ക്ക് അങ്ങനെ ഒരു നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ വീണ്ടും അടുത്തിടെ അമ്മയ്ക്ക് ഒരു നെഞ്ചിനൊരു വേദന, പെട്ടെന്ന് നെഞ്ചിനൊരു വേദന വന്ന അമ്മ പറയുന്നത് കുഴഞ്ഞു പോവുകയെന്നാ പറയുന്നത്, കുഴഞ്ഞു വീഴാൻ തുടങ്ങുകയെന്നാ പറയുന്നത്. അപ്പൊ അറ്റാക്ക് ആണെന്നാ ഞങ്ങളോട് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു ECG എടുത്തപ്പോ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു, എന്തായാലും ഫിസിഷ്യനെ കാണിക്കാന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഞങ്ങള് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോയി ഫിസിഷ്യനെ കാണിക്കാനുണ്ടോ, അതോ ഞാൻ വർക്കിലായിരിക്കും എപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയുക ഓടിവാ എനിക്ക് മേല, ഞാനിതിപ്പോ കുഴഞ്ഞു പൊക്കോണ്ടിരിക്കുക, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുക. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫിസിഷ്യനെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ഹാർട്ടിന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, ECG കണ്ടിട്ടൊക്കെ പറഞ്ഞു ഹാർട്ടിന് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല, പിന്നെ ഗ്യാസിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, CT സ്കാൻ എടുക്കുക, അമ്മ അടുത്ത പ്രാവശ്യം CT സ്കാൻ എടുത്തിട്ട് വാ, അപ്പൊ നമുക്ക് എന്താ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു കെട്ട് മരുന്നുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയിരുന്നത്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയുടെ കാര്യം ചെയ്യും, അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു ഹലോ ഇമ്മ്യൂണോ3 പ്ലസ് ഇമ്മ്യൂണോ3 പ്ലസ് പ്രോബയോട്ടിക് ലിവാഗെയിൻ സിറപ്പ് അമ്മയുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ലിവാഗെയിൻ സിറപ്പും കഴിച്ചിട്ട് ഇമ്മ്യൂണോ3 പ്ലസ് പ്രോബയോട്ടിക് ഹെർബൽ അൻറ്റാസിഡ് ഇത്ര എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇമ്മ്യൂണോ3 പ്ലസ് 2 ക്യാപ്സൂൾ വെച്ച് അമ്മച്ചി ഇപ്പൊ തന്നെ കഴിച്ചോളാൻ പറഞ്ഞു. ഇത് ഇന്ന് ഉച്ചയായതേ ഉള്ളൂ വന്നപ്പോ, ഉച്ചയാകുമ്പോൾ 2 ക്യാപ്സൂള്, വൈകിട്ട് കിടക്കുമ്പോൾ 2 ക്യാപ്സൂള്, രാവിലെ 2 ക്യാപ്സൂൾ, അങ്ങനെ 2 ദിവസത്തേന് 2 അമ്മച്ചി കഴിച്ചോളാം ഞാൻ പറഞ്ഞു. അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു, രാത്രി ആയപ്പോഴത്തേന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ആ ക്യാപ്സൂൾ കഴിച്ചപ്പോഴത്തേന് എനിക്ക് നെഞ്ചിന് നല്ല ആശ്വാസം, നല്ല സുഖം കിട്ടുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഗ്യാസ് കയറിയായി, ചിലപ്പോ ഇങ്ങനെ അറകളിലൊക്കെ ഗ്യാസ് കയറിയിരിക്കും, അതിന്റെ പ്രശ്നമായിരിക്കും ഉണ്ടായത്, അത് കഴിച്ചു മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് ആ ഇമ്മ്യൂണോ3 പ്ലസും ലിവാഗെയിൻ സിറപ്പും ഹെർബൽ അംബാസിഡറും കഴിച്ചിട്ട് അമ്മയ്ക്ക് ഇന്ന് ആ മെഡിക്കൽ കോളേജിൽ കൊടുത്ത മരുന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ആ ഇംഗ്ലീഷ് മരുന്ന് ഒന്നും അമ്മ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ടെൻഷനും കൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഉറങ്ങാൻ ഗുളിക വരെ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ മരുന്നുകൾ ഒന്നും കഴിച്ചില്ല. നമ്മുടെ സപ്ലിമെന്റ് മാത്രം കഴിച്ചു. അത്രയും പ്രശ്നമായിരുന്നു. എബ്രാഹിം കുര്യൻ സാറിന് എന്റെ കൂട്ടത്തിൽ വന്നവർക്കെല്ലാം അറിയാം. ഞങ്ങൾ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്ത് വർക്കിന് പോയപ്പോൾ അവിടെ നിന്നിരുന്നപ്പോൾ എന്നെ അവിടെ ഇരുത്തുകയല്ല, എന്നെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോക്കോ, എനിക്ക് സീരിയസാ, ഞാനിപ്പോ മരിച്ചു പോകും എന്ന് പറഞ്ഞിരുന്ന ആളാ. അങ്ങനെ ഞങ്ങള് ഈ ഇമ്മ്യൂണോ3 പ്ലസും പ്രോബയോട്ടിക്കും ഹെർബൽ അൻറ്റാസിഡും ഇങ്ങനെ ഇതെല്ലാം കൊടുത്ത് അമ്മയ്ക്ക് ഇന്ന് ഒരു പ്രശ്നവും ഇല്ല. ഇന്ന് അമ്മ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. അമ്മയുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും അമ്മ ഇന്ന് നടക്കുന്നത് അവള് തരുന്ന അവളുടെ ആ മരുന്ന് കഴിച്ചാന്നാ പറയുന്നത്. അങ്ങനെ അമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഈശ്വര ദൈവാനുഗ്രഹം ഉള്ളവർക്ക് അത് എല്ലാവരും എപ്പോഴും പറയുന്നത്, ലീഡേഴ്സ് ഒക്കെ എപ്പോഴും പറയുന്നത് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഈ സപ്ലിമെന്റ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം മറ്റുള്ള ഒരു വ്യക്തിക്ക് ഇത് ഉപയോഗിക്കണേ അത്ര ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം എന്റെ ഓർമ്മയിൽ വന്നത്. എന്റെ വീട്ടിൽ ഒരു ചേച്ചി ഒരു രണ്ടാഴ്ചയായിട്ട് എന്നെ കാണാൻ വരവാ, എന്റെയും സപ്ലിമെന്റ് വാങ്ങാനുണ്ട്. ആ ചേച്ചിക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് ആ ചേച്ചിയെ അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എന്നെ കാണാൻ വരുന്ന ഒരു ചേച്ചി വരുന്നുണ്ട്, ഇത് കട്ടമ്മ ഇവിടെയാ താമസിക്കുന്നത്, ആ വീടാ കാണിച്ചു തരാം, അവിടെ ഒന്ന് ചെല്ലാവോ, എന്നാന്നറിയത്തില്ല, എന്നെ കാണാൻ വരുന്നതാന്ന് ഒരാൾ പറഞ്ഞു വിട്ടിട്ട് കാണാൻ വരുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേച്ചിയെ കാണാൻ ചെന്നപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു അയ്യോ ലൈസാമ്മയാണോ അതേന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കും ചേച്ചി അറിയത്തില്ലായിരുന്നു പറഞ്ഞു. എന്നാ ചേച്ചി എന്ന് പറഞ്ഞു. വെച്ചിട്ട് സപ്ലിമെന്റ് വാങ്ങാൻ എന്നോട് ഒരാൾ പറഞ്ഞു ലൈസാമ്മയുടെ അടുത്ത് ചെന്നാൽ മതി, ഇങ്ങനെ സപ്ലിമെന്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടന് യൂറിൻ സംബന്ധമായ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതിന് യൂറിൻ ഫ്ലഷ് ലിക്വിഡ് വാങ്ങാൻ വേണ്ടി വരുന്നു. അത് ഒരിടത്തും കിട്ടാനില്ല, എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല, അത് വാങ്ങാനാണ് എന്നെ 2 ആഴ്ചയായിട്ട് അന്വേഷിച്ച് നടന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ ചേട്ടന്റെ അമ്മയ്ക്ക് ഒരു 80 വയസ്സുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അമ്മയ്ക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പൊ യൂറിനറി ഇൻഫെക്ഷനാ, കുറച്ച് മരുന്നുകൾ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ സെന്റ് ജോൺസിൽ കൊണ്ടുപോകും, അമ്മയെ ചിലപ്പോൾ ICU കിടത്തേണ്ടി വരും, അത്ര ക്ഷീണം അമ്മയ്ക്ക്, ഇവിടെ ഒന്നും തരാനായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നായിരുന്നു വെച്ചാൽ അവര് നേരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു അമ്മയെ. അവര് ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ അമ്മയുടെ മൂത്ത മോള് കോട്ടയത്ത് നിന്ന് വരുവാ. കോട്ടയത്ത് നിന്ന് പോകുന്ന വഴിക്ക് ആരോ മോളുടെ കയ്യില് യൂറിഫ്ലഷ് ലിക്വിഡ് കൊടുത്തു വിട്ടു. അപ്പൊ ആ ലിക്വിഡ് അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഒറ്റ ഡോസ് കൊടുത്തതേ ഉള്ളൂ. അപ്പൊ ആ അമ്മ പതുക്കെ എഴുന്നേറ്റ് അങ്ങ് നിന്ന് യൂറിൻ അങ്ങ് പാസ് ചെയ്തു. ആ ചേച്ചി പറയുവോ റൂം നിറഞ്ഞ് യൂറിൻ അങ്ങ് പോയെന്ന് പറഞ്ഞു. അങ്ങനെ ആ കെട്ടിക്കിടന്ന യൂറിൻ മുഴുവൻ
മുഴുവൻ അങ്ങ് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത മരുന്ന് കൊടുത്തിട്ട് പോലും പോയില്ല. ആ യൂറിൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് ആശ്വാസമായി. അമ്മ എഴുന്നേറ്റ് നിന്നു, അമ്മ ഭക്ഷണം കഴിച്ചു, അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ആ യൂറിൻ ഫ്ലഷിന്റെ ബാക്കി ഒരു ബോട്ടിൽ മുഴുവൻ പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ ചേട്ടന് കൊടുത്തെന്ന് പറഞ്ഞു. ചേട്ടൻ കഴിച്ചപ്പോഴത്തേനും ചേട്ടന് റിസൾട്ടായി. അപ്പൊ അവരിങ്ങനെ, ആ ചേട്ടൻ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുക. ആ ചേട്ടൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ വേറൊരാൾക്ക് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ വിഷമിക്കുമായിരുന്നു. അവര് ഇത് വേറൊരു സ്ഥലത്ത് പോയി ഈ പ്രോഡക്റ്റ് വാങ്ങി, അവർക്കും നല്ല റിസൾട്ടായി. അപ്പൊ അങ്ങനെ ആ ചേച്ചിക്ക് ഞാൻ പ്രോഡക്റ്റ് വീണ്ടും കൊടുത്തു. അപ്പൊ അതുപോലെ തന്നെ യൂറിൻ ഫ്ലഷിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു റിസൾട്ട് എന്റെ ഓർമ്മയിൽ വന്നത്. ഈ അടുത്തിടെ ഈ അടുത്തിടെയായിട്ട് നടന്നതാണ്. ഞങ്ങൾ ഡൽഹിക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ അയച്ചു കൊടുത്തു. അപ്പൊ ആ ആൾക്ക് കിഡ്നി സ്റ്റോൺ ആണ്. കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് സഹിക്കത്തില്ല. അപ്പം അതിന്റെ ചേട്ടന്റെ വൈഫ് ഇവിടെ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച്, ഷുഗറിനൊക്കെ ഉപയോഗിച്ച്, ഡയബലൈഫ് ഒക്കെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ആയി തുടങ്ങിയപ്പോൾ അവർക്ക് ക്ഷീണമൊക്കെ കുറഞ്ഞു. അങ്ങനെ അവര് മുഖാന്തരമാണ് അവർ ഞങ്ങളെ വിളിച്ചത്. അതുപോലെ ഒരാൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രോഡക്റ്റുകൾ ഇങ്ങനെ ഡൽഹിക്ക് അയച്ചു കൊടുത്തു. ആ പ്രോഡക്റ്റ് അവിടെ കിട്ടാൻ ലേറ്റ് ആയപ്പോഴത്തേനും ആ വ്യക്തി ഞങ്ങളെ വിളിച്ചിട്ട് വഴക്കുണ്ടാക്കുക, അത്ര കൂടുതലാണ് നിങ്ങൾ, എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്നില്ല, എന്നാ കിട്ടാൻ താമസം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും പ്രോഡക്റ്റ് ആളുടെ കയ്യിലെത്തി. എന്തായാലും ആ സപ്ലിമെന്റ്, ആ യൂറിഫ്ലഷ് ലിക്വിഡും ക്യാപ്സൂളും പിന്നെ അങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകൾ ഒക്കെ കൊടുത്തു. അത് കഴിച്ചു. ഇപ്പൊ ഒരു മാസം ആയപ്പോഴത്തേനും അവര് ട്യൂബിൽ കല്ലാന്നാ പറഞ്ഞു, 6 mm കല്ല്. ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷനിൽ കൂടെ അല്ലാതെ ആ കല്ല് എടുത്തു കളയാം, പൊടിഞ്ഞു പോകത്തുമില്ല, കല്ല് പോകത്തില്ലെന്ന് പറഞ്ഞു. ഒറ്റ മാസം കഴിച്ചു കഴിഞ്ഞിട്ട് അവര് പോയി ചെക്കപ്പ് ചെയ്തപ്പോഴത്തേനും അവര് പറയും ആ ട്യൂബിലെ കല്ല് കാണാനില്ലെന്ന്. ഡോക്ടർ പറഞ്ഞു ആ കല്ല് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടി. അങ്ങനെ അപ്പൊ അതിന്റെ വൈഫും മക്കളൊക്കെ കൂടെ ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോയി ഇപ്പൊ ഒരു 15,000 രൂപയോളം പ്രോഡക്റ്റുകൾ ഞങ്ങൾ അവർക്ക് കൊടുത്തു. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകുവാണ്, അതുകൊണ്ട് അമ്മയ്ക്കുള്ള സപ്ലിമെന്റുമായിട്ട് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സപ്ലിമെന്റ് വേണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞങ്ങൾ ആള് നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തു വിട്ടായിരുന്നു. കിഡ്നി സ്റ്റോണിന്റെ ബാക്കി രണ്ടാമത്തെ മാസത്തെ. അങ്ങനെ അത് ഉപയോഗിക്കുന്നു. അവരിപ്പം വന്നവര് പ്രോഡക്റ്റുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച അവർ പോകും. തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം അവർ പോയി. അപ്പൊ അങ്ങനെ അത്രയും നല്ല ആ പ്രോഡക്റ്റുകളൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നവർക്കെല്ലാം നല്ല റിസൾട്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു റിസൾട്ടും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എനിക്ക് ഒരു ദിവസം ഇതുപോലെ തന്നെ എനിക്ക് എളിക്ക് വേദന, ഭയങ്കരമായിട്ട് എളിക്ക് വേദന, എനിക്ക് നിൽക്കത്തില്ല. അപ്പൊ ഞാൻ എളിക്ക് ഇങ്ങനെ വേദന വന്നപ്പോ ഞാൻ ഓർത്തു ഞാൻ കുറെ സമയം അങ്ങനെ നിന്നൊന്നുമില്ല, പിന്നെ എന്നെ എളിക്ക് വേദന വരാൻ കാരണം. അപ്പൊ സാറിങ്ങനെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷന്റെ വല്ലതും ആണെങ്കിൽ ഇങ്ങനെ വരുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ എളിക്ക് വേദന തരുതരുന്ന് വരുന്നോണ്ട് ഞാൻ പോയി യൂറിൻ റിട്ടേൺ ചെയ്യാൻ കൊടുത്തു. അപ്പം റിസൾട്ട് വന്നപ്പോൾ ബാക്ടീരിയ പ്രസന്റ്. അപ്പൊ ഞാൻ സുനി സാറിനോട് ഒന്നും ചോദിച്ചില്ല, പെട്ടെന്ന് തന്നെ യൂറിഫ്ലഷ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു അത്രയും റിസൾട്ട് അതിന്. അതെടുത്ത് ഒറ്റ ഡോസ് കുടിച്ചു. ഞാൻ വെള്ളം ധാരാളം കുടിച്ചു. ഒറ്റ ഡോസ് കുടിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് എളിക്ക് വേദന അത്ഭുതം എന്ന് പറയാം, അത്രയും പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു. അങ്ങനെ ഞാൻ സുനി സാറിനോട് പറഞ്ഞു യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അന്ന് ഉണ്ടായ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. അത്രയും നല്ല റിസൾട്ടാണ് യൂറിഫ്ലഷ് ലിക്വിഡ്. നമുക്കൊരു അസുഖം ഇല്ലേ പോലും നമ്മൾ ആ യൂറിഫ്ലഷ് ലിക്വിഡ് എല്ലാവരും കഴിക്കേണ്ടതാണ്. അത്രയും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സപ്ലിമെന്റ്. നമ്മുടെ സപ്ലിമെന്റ് എല്ലാം തന്നെയുണ്ട്. നമുക്ക് പ്രോഡക്റ്റിനോട് വിശ്വാസം, തന്നയാളോട് വിശ്വാസം, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആളോട് പറയണം നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ വിശ്വസിച്ച്, ഞങ്ങളെ വിശ്വസിച്ച് ധൈര്യപൂർവ്വം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെ പറഞ്ഞ് സപ്ലിമെന്റ് കൊടുത്താൽ അവർക്ക് നല്ല റിസൾട്ടുകൾ കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഒരു ദിവസം വർക്കിന് പോയപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ഇരുന്നപ്പോൾ അവര് കാപ്പി കൊണ്ടുതന്നപ്പോൾ കാപ്പി ഇങ്ങനെ കുടിച്ചപ്പോൾ ഒരു കവള് കുടിച്ചു. പിന്നെ അടുത്തത് ഇങ്ങനെ കുടിച്ചപ്പോഴത്തേനും പെട്ടെന്ന് എന്റെ കൈ തട്ടി കാപ്പി ഇങ്ങനെ എന്റെ ഇങ്ങനെ കഴുത്തേക്കൂടെ ഇങ്ങനെ കാപ്പി ചൂട് കാപ്പി, തിളച്ച കാപ്പി ഒഴുകി അങ്ങ് വീണുപോയി. അപ്പൊ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ്, എന്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ഓടി. അപ്പം ബ്രാൻ സാർക്ക് പേടിച്ചു, ഇതെന്നാ ലൈസാമ്മയുടെ ഭർത്താനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഏറ്റവും ഓടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോയി. എനിക്ക് പെട്ടെന്ന് അങ്ങ് പൊള്ളി പുകഞ്ഞ് കയറി വന്ന് നീറ്റലും പുകച്ചു. അപ്പൊ ഞാൻ ഓടിപ്പോയി പൈപ്പ് തുറന്ന്, അവരുടെ പൈപ്പ് തുറന്ന് പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുവോ. ജിസാറിന്റെ വണ്ടിയെ മുണ്ടിക്കയിലുണ്ട്, എടുത്തോണ്ട് വരാനുള്ള താമസം കൊണ്ട് എനിക്ക് പറ്റത്തില്ല, അത്രയും അങ്ങ് പൊള്ളിപ്പോയി. അപ്പൊ ജിസാർ ഓടിപ്പോയി, എബ്രാൻ സാർ ഓടിപ്പോയിട്ട് മുണ്ടിക്കയിൽ എടുത്തോണ്ട് വന്ന് തന്നു. മുണ്ടിക്കയിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തിട്ട് വെള്ളം ഒങ്ങുപ്പി കളഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിറയെ അങ്ങ് പൊത്തിവിട്ടു. അങ്ങനെ തെരുന്ന് അങ്ങ് പൊത്തിവിട്ടു. ഒരു 5 മിനിറ്റ് പോലും ആയില്ല. ആ നീറ്റിലും പുകച്ചിലും എവിടെ പോയെന്ന് അറിയത്തില്ല. എനിക്ക് ആശ്വാസമായി. ഈ 1 മണിക്കൂർ
കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഇന്ന് വരെ അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായതാണെന്ന് പോലും അറിയാണ്ടില്ല. ഞാനിങ്ങനെ അതിന്റെ വുണ്ടുഹീലെല്ലാം തേച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത് അന്നേരം തന്നെ സുനിൽ സാർ സുന്ദർ സാറിന് ഇട്ട് കൊടുത്തു. അങ്ങനെ വുണ്ടുഹീൽ എന്ന് പറഞ്ഞ കുഞ്ഞൻ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത്രയും റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം മഹത്തരമാണ്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടുകൾ തരുന്ന എല്ലാ പ്രോഡക്റ്റുകളും എല്ലാവരും ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യുക. അപ്പം നമ്മൾ ഒരാളെ രണ്ടാളെ മാത്രം ആശ്രയിച്ചു പോകാതെ നമ്മുടെ സജീവ് പാറക്കൽ സാർ പറയുന്ന പോലെ സീ മോർ പീപ്പിൾ, മറ്റുള്ള ആളുകളിലേക്ക് അടുത്ത ആളിലേക്ക് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പ്രയത്നിക്കുക. അതിലുപരി നമുക്ക് ആവശ്യമായ ഫണ്ട് നമുക്ക് കിട്ടും. നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട. ഇന്ന് എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ആശ്രയിക്കാതെ എനിക്ക് കൈ നിറയെ പണമുണ്ട്, എനിക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇതിനെല്ലാം എന്നെ സഹായിച്ച എന്റെ ബഹുമാനപ്പെട്ട സന്തോഷ് സാറ്, ബഹുമാനപ്പെട്ട CTC ലീഡർ സുനീഷ് സാറ്, അതുപോലെ NDC ലീഡർ സന്തോഷ് സാറ്, അതുപോലെ എബ്രാഹിം കുര്യൻ സാറ് എന്നോടൊപ്പം എനിക്ക് TDF ഫണ്ട് എനിക്ക് കിട്ടി. അത് എന്നോടൊപ്പം എന്റെ കൂടെ ഇറങ്ങി വന്ന് TDF വാങ്ങിത്തരാൻ സഹായിച്ച എബ്രാഹിം കുര്യൻ സാറ്, എല്ലാവർക്കും. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ലൈഫ് ലൈൻസ്, അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ലൈഫ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം, എന്റെ കൂടപ്പിറപ്പുകളാണ്. കാരണം അവരെ എനിക്ക് അത്ര ഇഷ്ടം. അവര് എന്റെ ഇടവും വലവും നിൽക്കുന്നവർ, ഞാൻ എല്ലാവരും ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ലൈഫ് ലൈൻസ് ഇവരെല്ലാവരുടെയും കൂടെ ഒപ്പം ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് വലിയൊരു ഒരു സങ്കടകരമായ ഒരു ദുഃഖമുള്ള ഒരാളാണ് ഞാൻ. ആ ദുഃഖത്തിൽ ഞാൻ ഇരുന്ന സമയത്താണ് ഈ സപ്ലിമെന്റിനെ കുറിച്ച് ഞാൻ അറിയുകയും എനിക്ക് ഈ വർക്ക് ചെയ്യാണ്ട് ബഹുമാനപ്പെട്ട സുനീഷ് സാറൊക്കെ എന്നെ സഹായിച്ച് എന്റെ ഹസ്ബൻഡ് എന്നെ ഫുൾ ടൈം ആയിട്ട് വർക്കിലേക്ക് വിട്ടതിന് കാരണം തന്നെ എനിക്ക് ആ ദുഃഖത്തിൽ നിന്ന് എനിക്കൊരു സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ കഴിഞ്ഞ വർഷം ഞാനൊരു ധ്യാനത്തിന് പോയി. അപ്പൊ ധ്യാനത്തിന് പോയപ്പോ കൗൺസിലിംഗ് കൂടിയപ്പോഴത്തേനും ആ സിസ്റ്റർ എന്നോട്, ഭയങ്കര കൃപയുള്ള ഒരു ഇങ്ങനെ വരങ്ങളുള്ള ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു, എവിടെ പോയിട്ടാ എന്നും ഇങ്ങനെ ക്ഷീണിച്ച് മടുത്തേ എന്നും പറഞ്ഞ് കയറി വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. എല്ലാ ദിവസവും ഇങ്ങനെ പോയി മടുത്തേ എന്നും പറഞ്ഞോട് കയറി വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ഫുഡ് സപ്ലിമെന്റിന്റെ വർക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഈശോ പറയുക ആ വർക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയാനെന്ന് എന്നോട് പറഞ്ഞു. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നടക്കാനെന്ന്. അതേ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഈ വർക്ക് എന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നു, ഞാൻ ഇന്നൊരു മാനസികരോഗി, അല്ലെങ്കിൽ ഞാൻ ആ അവസ്ഥയൊന്നും നിങ്ങളോടൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് തന്നെ ഞാൻ ഈ വർക്കിനെ നെഞ്ചോട് ഏറ്റെടുത്ത് എന്റെ സപ്ലിമെന്റ്, എന്റെ വർക്ക്, എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും ഞാൻ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞാൻ ആ മീറ്റിങ്ങിലെല്ലാം പോയി കൂടും. അങ്ങനെ എനിക്ക് ഈ വർക്കിനെ, അതുപോലെ ഞാൻ ഈ പ്രോഡക്റ്റിനെ സ്നേഹിക്കുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് നടക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു റിസൾട്ട് കൂടി ഇപ്പൊ പറയാണ്ട് എനിക്ക് കിട്ടും, എന്റെ സ്വന്തം തന്നെ റിസൾട്ടാ. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വർക്കിന് പോകുമ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല. ഞങ്ങളിങ്ങനെ വർക്കിനായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. എന്റെ കൂടത്തെ ഒരു ലൂസി മാഡം എന്ന് പറഞ്ഞ ലൂസി മാഡത്തിന് സന്ധിവാദം വന്ന് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി മുഹമ്മദ് റഫീഖ് എന്ന് പറഞ്ഞ ഡോക്ടറിനെ പോയി കണ്ട് ഡോക്ടറിന്റെ അടുത്തുനിന്ന് മരുന്ന് 3.5 വർഷം 10 ഗുളിക വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാണ്. സന്ധിവാദം വന്ന് ലാസ്റ്റ് കൈവിരലുകളൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോയി. ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ സപ്ലിമെന്റ് കൊടുത്ത് ഇന്ന് എല്ലാ പണിയും ചെയ്യും, വീട്ടിലെ സർവ്വ പണി കാപ്പിക്കുരു വരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെയാണ് വർക്കിന് ഇറങ്ങി പോകുന്നത്. അപ്പൊ വർക്കിന് പോകുമ്പോൾ ചില സമയത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ചില സമയത്തൊന്നും ഇങ്ങനെ ഭക്ഷണം കടകളൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കും. അങ്ങനെ കുറെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ നടന്ന് എനിക്ക് ഒരു ദിവസം ഇങ്ങനെ വർക്കിന് പോയപ്പോൾ എന്റെ ശരീരം പെട്ടെന്ന് അങ്ങ് തളർന്നു പോയി. അപ്പൊ ഞങ്ങൾ ഓടിപ്പോയി ഒരു കടയിൽ പോയി ചായ കുടിച്ചു. ഇങ്ങനെ ബോളി കഴിച്ചു. അങ്ങനെ കടികളൊക്കെ 2-3 വാങ്ങി കഴിച്ചിട്ടൊന്നും ശരീരത്തിന് തളർച്ച അങ്ങ് മാറുന്നില്ല. അപ്പൊ പെട്ടെന്ന് സുനി സാറിനെ വിളിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു, ചേച്ചിക്ക് ഷുഗർ ഉണ്ടോ എന്ന് നോക്കണം, ചേച്ചി പെട്ടെന്ന് HbA1c നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഷുഗർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ചേച്ചി എന്നാലും നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം പോയി നോക്കിയപ്പോ HbA1c നോക്കിയപ്പോ 6.6. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെയൊക്കെ നടന്ന് ഷുഗർ പിടിച്ചു. അപ്പൊ ഷുഗർ, ഞാൻ ഈ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പോയിരുന്ന് പ്രാർത്ഥിക്കുമോ, ദൈവമേ എനിക്ക് ഷുഗർ പിടിക്കരുത്, എനിക്ക് ഭയങ്കര വിഷമോ, എനിക്ക് ഷുഗർ പിടിച്ചാലുള്ള അവസ്ഥ. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമോ, ദൈവമേ എനിക്ക് ഷുഗർ പിടിക്കില്ല. ഞാനിങ്ങനെ ബൈബിളൊക്കെ തുറന്നു നോക്കിയപ്പോ എനിക്ക് ബൈബിളിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കുക, ദുഃഖം സന്തോഷമായി മാറുമെന്ന്. അപ്പൊ ഞാൻ വിശ്വസിച്ചു എനിക്ക് ഷുഗർ ഇല്ലെന്ന്. പക്ഷെ റിസൾട്ട് വന്നപ്പോ എനിക്ക് 6.6 എന്നുള്ള ഷുഗർ ഉണ്ട് എനിക്ക്.
അപ്പൊ സാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നും വിളിക്കണ്ട, നമ്മുടെ ഡൈബാലൈഫ് എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, എന്നാലും എനിക്ക് ഷുഗർ പിടിച്ചല്ലോ, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ ഒറ്റ മാസം ഈ ഡൈബാലൈഫ് കഴിച്ചതേ ഉള്ളൂ. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിച്ചില്ല. പിന്നെ അന്നത്തെ എനിക്ക് ആ ശരീരത്തിന് ക്ഷീണം എല്ലാം അങ്ങ് മാറി. പിന്നെ 3 മാസം കഴിഞ്ഞ് വീണ്ടും HbA1c എടുത്തപ്പോ എനിക്ക് 5.6. അതിൽ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ ഷുഗർ എന്ന് പറഞ്ഞ ആ സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതാ ദൈവം എന്നോട് സംസാരിച്ച് ദുഃഖം സന്തോഷമായി മാറുമെന്ന്. അപ്പൊ നമ്മുടെ സപ്ലിമെന്റ് ഉള്ളതുകൊണ്ട് ആർക്കും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റുന്ന നമ്മുടെ സപ്ലിമെന്റുകൾ എല്ലാവരും ഉപയോഗിക്കുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി സാറേ. താങ്ക് യു ലൈസ മാഡം, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ടച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെ. തീർച്ചയായിട്ടും ലൈസ മാഡത്തിന്റെ സാഹചര്യം അറിയാമെങ്കിൽ അത് എനിക്ക് സന്തോഷ് സാറിനും എബ്രഹാം സാറിനും മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു സ്റ്റേജിൽ നിന്ന് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ ഒരു വർക്കിലൂടെ നമുക്ക് സാധിച്ചതിൽ LB ബിസിനസ് ഗ്രൂപ്പിനോടും അതുപോലെ തന്നെ തീർച്ചയായിട്ടും സന്തോഷ് സാറിനോടും എബ്രഹാം സാറിനോടും ഒരുപാട് നന്ദി. കാരണം ഇങ്ങനെ ഒരു വർക്കിലേക്ക് ലൈസ മാഡത്തിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഇന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ലൈസ മാഡത്തിന്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും വലിയൊരു എന്താണ് ചേച്ചി തന്നെ പറഞ്ഞു, ലൈസ മാഡം തന്നെ പറഞ്ഞു മാനസിക രോഗത്തിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് പോയേനെന്ന്. പക്ഷെ ഈ ഒരു വർക്കിൽ വന്ന് ഇത്രയും സന്തോഷം കണ്ടെത്തുന്നു. വളരെ എൻജോയ് ചെയ്താണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഈ വർക്കിലൂടെ ഉണ്ടാകട്ടെ. ഒരുപാട് അച്ചീവ്മെന്റ് നേടേണ്ട വ്യക്തിത്വമാണ്. വളരെ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പൊ എന്തായാലും പറഞ്ഞാലും വാക്കുകൾ തീരില്ല ലൈസ മാഡത്തിനെ കുറിച്ച്. ഇപ്പൊ എന്റെ ടീമിന്റെ അവിടെ ഫണ്ട് ഒക്കെ വാങ്ങിച്ച് ശക്തമായിട്ട് ടീമിനെ എല്ലാം, കാരണം അത് മാഡം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫ് ലൈൻസിനെ നമ്മുടെ മക്കളെ പോലെ കരുതണം. അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളോട് ദേഷ്യപ്പെടും, ആ സമയത്ത് നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടാതെ